ഉണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ, എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഞാൻ അനേക ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പങ്കെടുത്തിട്ടുണ്ട്, ദൈവവചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. അവിടെ അനേകം അനുസ്മരണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇന്ന് പ്രിയ അമ്മച്ചിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞ അനുസ്മരണങ്ങൾ 100% ശരിയാണ്. പ്രിയ അമ്മച്ചി എന്നെ കാണുമ്പോഴൊക്കെ അമ്മച്ചി എൻ്റെ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: പൊന്നുമോനെ, നിന്നെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്നെ കാണുന്ന അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ചിട്ട് ആ കവിളിൽ എൻ്റെ തങ്ക അമ്മച്ചിക്ക് ഒരു പൊന്നുമ്മ എന്ന് പറഞ്ഞ് ഞാൻ അമ്മച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കും. ഞാൻ ഒരു ഉമ്മ കൊടുക്കുമ്പോൾ അമ്മച്ചി എനിക്ക് 2 ഉമ്മ തരും. എൻ്റെ പ്രിയ അമ്മച്ചിയായിരുന്നു അമ്മച്ചി. ദൈവവചനത്തിൽ പ്രാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ പ്രാവായിട്ട് തുലനപ്പെടുത്തി ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കതയുടെ പ്രതീകമാണ് പ്രാവ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. ദൈവമക്കളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് മറ്റൊരർത്ഥത്തിലാണ്. സങ്കീർത്തനക്കാരൻ ഈ ലോക ജീവിതത്തിലെ കഷ്ടതയും ദുഃഖവും വേദനയും മുറവിളിയും പ്രതികൂലങ്ങളും ശത്രുക്കളുടെ ഒക്കെ മുമ്പിൽ താൻ ഒരു ഗുഹയിലായിരുന്നു കൊണ്ട് പറയുകയാണ്: പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം താൻ അത് കഴിഞ്ഞിട്ടൊന്ന് ആലോചിക്കുകയാണ്. താൻ ഒരു അല്പസമയം ഒന്ന് ആലോചിച്ചതിന് ശേഷം താൻ പറയുകയാണ്: എന്നാൽ ഞാൻ പറന്നുപോയി ഞാൻ വിശ്രമിക്കുമായിരുന്നു. താൻ എവിടെ പോയി വിശ്രമിക്കുന്നേ? 7-ാം വാക്യത്തിൽ, അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ ഞാൻ പാർക്കുമായിരുന്നു. തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ ആ ഭാരങ്ങൾ കൂടിയപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്കാണ്: ഞാൻ പറന്നുപോയി ഞാൻ ദൂരത്ത് വിശ്രമിക്കുമായിരുന്നു. എന്നാൽ ഞാൻ അതിനെ ആത്മീകമായ അർത്ഥത്തിലേക്ക് ഞാൻ കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നു എങ്കിൽ. പഴയ നിയമഭക്തന്മാർക്കെല്ലാം അവരെല്ലാം പറഞ്ഞ ഒരു കാര്യമാണ്: പ്രാവിനുള്ളതുപോലെ എനിക്ക്. ആ പെട്ടകത്തിന്റെ കിളിവാതിൽ തുറന്നിട്ട് നോഹ എന്താ ചെയ്തതെന്നറിയാമോ? ആദ്യം ഒരു മലങ്കാക്കയെ പുറത്തു വിട്ടു. ആ മലങ്കാക്ക എന്ത് ചെയ്തെന്നറിയാമോ? അത് പോയും വന്നും കൊണ്ടിരുന്നു. അത് പോകും, അത് മൃഷ്ടാന്നമായിട്ട് ഭക്ഷിക്കും, അത് ഏതെങ്കിലും ശവത്തിന്റെ മുകളിലിരിക്കും, അത് യാത്ര ചെയ്യും. അതിന് തൃപ്തിയായി കഴിയുമ്പോൾ അത് മടങ്ങി വരും. ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു, ആദാമിനെ സൃഷ്ടിച്ചു. അവൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവനായി തീർന്നു. അതിനുശേഷം ഏതാണ്ട് നവംബർ മാസമായപ്പോൾ, അത് കഴിഞ്ഞിട്ട് നോഹ ഒരിക്കലും ആ മലങ്കാക്കയെ പുറത്തു വിട്ടില്ല. നോഹയ്ക്ക് മനസ്സിലായി, ഈ മലങ്കാക്കയെ പുറത്തു വിട്ടാൽ അവൻ യഥാർത്ഥമായിട്ടുള്ള ഒരു ചിത്രം തരികയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ നോഹ ഒരു പ്രാവിനെ പുറത്തു വിട്ടതായിട്ട് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ആ പ്രാവിനെ പുറത്തു വിട്ടു. പ്രാവ് മടങ്ങി നോഹയുടെ അടുക്കിലേക്ക് വന്നു, നോഹയുടെ കയ്യിലേക്ക് വന്നു. ആ പ്രാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൗനമായിട്ടാണെങ്കിലും പറഞ്ഞ ഒരു കാര്യമുണ്ട്: എനിക്ക് ഇരിക്കാൻ ഒരിടവും ഇല്ല. പ്രാവ് മാലിന്യത്തിൽ കാലുവെക്കാറില്ല. ആ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ പ്രാവ് മാലിന്യത്തിൽ കാലുവെക്കുകയില്ല. ആ പ്രാവ് മടങ്ങി നോഹയുടെ കൈകളിലേക്ക് വന്നു. പഴയ നിയമത്തിൽ ദൈവം പരിശുദ്ധാത്മാവിനെയും ഭൂമിയിലേക്ക് അയച്ചു. ഒരു മനുഷ്യന്റെയും മേൽ സ്ഥിരമായിട്ട് ആ പരിശുദ്ധാത്മാവ് വസിച്ചില്ല. മാലിന്യം വരുമ്പോൾ ആ പ്രാവ് പറന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് ഉണ്ടായിരുന്നു.
ആ പ്രാവിന്റെ വായിൽ ഒരു പച്ച ഒലിവില ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യഫലമായിട്ട് മരിച്ചുയർന്ന ചില വിശുദ്ധന്മാരുമായിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. ആ പച്ച ഒലിവില എന്ന് പറയുന്നത് ഒരു സദ്വർത്തമാനമായിരുന്നു. വെള്ളം താഴാനായിട്ട് തുടങ്ങി, ന്യായവിധി അവസാനിക്കാറായി. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നെയും 7 ദിവസം കഴിഞ്ഞിട്ട് ആ പ്രാവിനെ തന്നെ നോഹ എന്ത് ചെയ്തെന്നറിയാമോ? പിന്നെയും പുറത്തു വിട്ടു. കർത്താവ് പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു, നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ ഞാൻ എന്നെ പോലെ ഒരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കാനായിട്ട് പോകും. നോഹയുടെ അടുക്കൽ മടങ്ങി വന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആ പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് പറന്നിറങ്ങി. ആ പ്രാവ് ഈ ഭൂമിയിൽ നിന്ന് പോകണമെങ്കിൽ ദൈവമക്കളെ നമ്മളുമായിട്ടേ ആ പ്രാവ് പറന്നു പോവുകയുള്ളൂ. ദൈവനാളിൽ പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് എന്നാണ് സ്വർഗത്തിലേക്ക് പറന്നുയരുന്നതെന്നറിയാമോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ, ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടുകൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ ആ പ്രാവ് ഈ ഭൂമിയിൽ നിന്ന് പറന്നുയരാനായിട്ടുള്ള ബന്ധത്തിൽ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഹൃദയം കർത്താവിനായിട്ട് നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങൾ കർത്താവിനോട് പറയണം, ഞാനൊരു പാപിയാണ്, എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങേ ഞാൻ എന്റെ കർത്താവിന്റെ രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുന്നു. എന്നെ ഒരു ദൈവമകളാക്കി, ഒരു ദൈവമൈതലാക്കി തീർക്കണമേ കർത്താവേ. ആത്മാർത്ഥമായിട്ട് ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെ കർത്താവ് സ്വീകരിക്കും. യാതൊരു സംശയവുമില്ല. നമ്മുടെ കർത്താവ് വരാറായി, നമ്മുടെ കർത്താവ് വരാറായി. അത് കഴിഞ്ഞിട്ട് ഉത്തമഗീതത്തിൽ പിന്നെയും വായിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ പ്രാവ് കുറുകുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു. എന്തിനാ പ്രാവ് കുറുകുന്നതെന്നറിയാമോ? തൻ്റെ ഇണ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ, ആ പ്രാവ് മരിച്ചുപോയാൽ മറ്റേ പ്രാവിന് വേറെ ഒന്നും ചെയ്യാനില്ല. അത് കൂട്ടം തെറ്റി ഇണ ചേരാറില്ല. വേറെ ഒരു പ്രാവിന്റെ അടുക്കൽ അത് പോകാറില്ല. ആ പ്രാവാണ് ഈ ഭൂമിയിൽ കുറുകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാണപ്രിയൻ ഇതാ ഞാൻ വേഗം വരുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ ഭൂമിയിലെ പ്രാക്കളുടെ കുറുകലിന്റെ ശബ്ദമാണ്. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എന്റെ കർത്താവ് വരും, എത്രയും വേഗം വരും. പ്രാണപ്രിയന്റെ പൊന്നുമുഖം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. നമ്മളെ വിട്ട് വാങ്ങിപ്പോയ നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, നമ്മുടെ മക്കൾ, പ്രിയപ്പെട്ടവർ, അവരെല്ലാം നമ്മൾ കാണുന്ന ഒരു സുദിനമുണ്ട്. കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താനായിട്ട് പോവുകയാണ്. നിത്യതയോളം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കാനായിട്ട് പോവുകയാണ്. സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്കും പറയാം, പ്രാവിനുള്ളതുപോലെ എനിക്കും ഒരു ചിറകുണ്ടായിരുന്നുവെങ്കിൽ, അല്ല, എനിക്ക് ചിറവുള്ളത് കൊണ്ട് ഞാൻ പറന്നുപോയി എൻ്റെ പ്രിയന്റെ അടുക്കൽ വിശ്രമിക്കും. നമ്മുടെ മാതാവ് പ്രിയ അമ്മച്ചി പ്രിയന്റെ അടുക്കൽ പോയി വിശ്രമിക്കുകയാണ്. പ്രിയപ്പച്ചനെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. മക്കളെ ഓരോരുത്തരെയും, മരുമക്കളെ, കൊച്ചുമക്കളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം ചെന്ന് ചേരുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് ദോഷത്തിനായിട്ടൊന്നും ചെയ്യുകയില്ല. ഒരുപക്ഷെങ്കിൽ മക്കളെ, മരുമക്കളെ, അപ്പച്ച, ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉദിച്ചേക്കാം, എന്തുകൊണ്ട് വിചാരിക്കാത്ത നാഴികയിൽ ഞങ്ങളുടെ മാതാവിനെ രണ്ട് മണി കഴിഞ്ഞപ്പോൾ